ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിംഗിൾസിന് പറ്റിയൊരു വീഡിയോ അല്ല ഇത് റിലേഷൻഷിപ്പിലായവർക്കും റിലേഷൻഷിപ്പിൽ നിന്ന് ബ്രേക്കപ്പ് ആയവർക്കും വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇതെന്തിനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു മെയിൽ വന്നായിരുന്നു. ആ മെയിലിൽ ഒരു പെൺകുട്ടിയായിരുന്നു. ആ പെൺകുട്ടി പറഞ്ഞാൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ SSCക്ക് പഠിക്കുകയാണ്. അപ്പോൾ അവർക്കൊരു 4 years ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. പക്ഷേ അതിപ്പോൾ റീസെൻ്റ്ലി ബ്രേക്കപ്പായി. അപ്പോൾ SSCയുടെ എക്സാം വരുവാണ്. ആ കുട്ടിക്കാണെങ്കിൽ പഠിക്കാനും പറ്റുന്നില്ല, ഒന്നിനും കോൺസെൻട്രേറ്റ് ചെയ്യാനും പറ്റുന്നില്ല. ഇപ്പോൾ ബുക്ക് എടുത്ത് പഠിക്കാനിരുന്ന് കഴിഞ്ഞാൽ തന്നെ അയാളുടെ ചിന്തകളാണ്, പഴയ അവരുടെ കുറേ മെമ്മറീസും കാര്യങ്ങളാണ്. സോ ഒട്ടും പറ്റുന്നില്ല എന്നായിരുന്നു ആ കുട്ടി പറയുന്നത്. സോ അപ്പോൾ ഞാൻ കരുതി അതിനെക്കുറിച്ചിട്ടൊരു വീഡിയോ ഇട്ടേക്കാം എന്ന് കരുതി. സോ ഇങ്ങനെ ചിലപ്പോൾ എക്സാമിൻ്റെ സമയത്ത് ബ്രേക്കപ്പ് ആയവരൊക്കെ ഉണ്ടാവുമല്ലോ. സോ അങ്ങനെ ബ്രേക്കപ്പ് ആകുമ്പോൾ നമുക്ക് ആ ഒരു പഠിത്തത്തിൽ അധികം കോൺസെൻട്രേറ്റ് ചെയ്യാൻ ചിലർക്കൊന്നും പറ്റത്തില്ല. അത്രയ്ക്കും ഇമോഷണലി അവരിൽ ഡിപ്പെൻഡൻ്റ് ആയവർക്കൊന്നും പറ്റത്തില്ല. സോ അപ്പോൾ ഞാൻ കരുതി അവർക്ക് ഹെൽപ്ഫുൾ ആവുമല്ലോ ഇങ്ങനൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു കാര്യം പറയാം. ഞാനൊരു റിലേഷൻഷിപ്പ് അതിൽ എക്സ്പേർട്ടും കാര്യങ്ങളൊന്നും അല്ല. പക്ഷേ നിങ്ങൾക്കൊരു ഇച്ചിരി കാര്യങ്ങൾ പറഞ്ഞു തരാൻ എനിക്ക് പറ്റും. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ പ്രേമിക്കുന്ന സമയത്തുണ്ടല്ലോ, നമ്മൾ വിചാരിക്കുന്നത് എന്താ, അവരാണ് നമ്മുടെ എല്ലാം, അവരാണ് നമ്മുടെ ചുറ്റുമുള്ള ലോകം, നമ്മുടെ സന്തോഷം സങ്കടവും പിന്നെ നമ്മുടെ എല്ലാം അവരാണ്, മരണം വരെ അവർ കൂടെ ഉണ്ടാകും, അങ്ങനെയൊക്കെ വിചാരിക്കും. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, അതായത് സിൻസിയറായിട്ട് നിൽക്കുന്നവരും ഉണ്ട് ഈ ഭൂമിയിൽ, അല്ലാതെയും നിൽക്കുന്നവരുണ്ട്. ചിലപ്പോൾ ചിലർ സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറുന്നവരും ഉണ്ട്. സോ നിങ്ങളിപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആരെയും നിങ്ങൾ അത്രയ്ക്ക് വലുതായിട്ട് അത്രയും അധികം നിങ്ങൾ ഇമോഷണലി ഡിപ്പെൻഡ് ആവരുത്. അതാണ് പറയാനുള്ളത്. ഇപ്പോൾ റിലേഷൻഷിപ്പ് ആയാലും വേറെ ആരിലായാലും നിങ്ങൾ ഇമോഷണലി അത്രയധികം അവരിൽ ഡിപ്പെൻഡൻ്റ് ആവരുത്. നിങ്ങളിപ്പോൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്, ഞാൻ പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അത് നിങ്ങളെ തന്നെയാണ് ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത്. നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങളുടെ സന്തോഷത്തിനായിരിക്കും നിങ്ങൾ ഫസ്റ്റ് വില കൽപ്പിക്കേണ്ടത്. സോ അപ്പോൾ നിങ്ങൾക്ക് എന്താ പറ്റുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മറ്റുള്ളവരിപ്പോൾ റിലേഷൻഷിപ്പ് തന്നെ ആവണമെന്നില്ല. ചില ഫ്രണ്ട്സുകളിൽ നമ്മൾ ഭയങ്കരമായിട്ട് ഇമോഷണലി ഡിപ്പെൻഡൻ്റ് ആകും. ചിലപ്പോൾ അവർ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സോ നമുക്ക് അത് നമ്മുടെ സാരമായിട്ട് നമ്മൾ ബാധിക്കും. സോ എന്തിനാണ് നമുക്ക് മറ്റുള്ളവരിൽ ഡിപ്പെൻഡൻ്റ് ആവുന്നത്? നമ്മളെ തന്നെ കൂടുതൽ ഇഷ്ടപ്പെടുക. സോ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, ഒരാളും നമ്മുടെ ജീവിത അവസാനം വരെ നമുക്ക് കൂടെ ഉണ്ടാവില്ല. നമുക്കെപ്പോഴും നമ്മൾ മാത്രം തന്നെ ഉണ്ടാവുള്ളൂ. ഓക്കെ, ഇപ്പോൾ ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നാമത്തെ കാര്യം, നമ്മൾ ബ്രേക്കപ്പ് ആയി എന്നുള്ള കാര്യം അക്സെപ്റ്റ് ചെയ്യുക. അയാൾക്കിപ്പോൾ നമ്മൾ വേണ്ട, ഓക്കെ, അതങ്ങ് അക്സെപ്റ്റ് ചെയ്യുക. ബുദ്ധിമുട്ടാണ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്, പക്ഷേ എങ്കിലും അങ്ങ് മനസ്സിലാക്കുക, നമ്മുടെ മനസ്സിലൊന്ന് പറഞ്ഞ് പഠിപ്പിക്കുക. ഫസ്റ്റ് അത് കഴിഞ്ഞിട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എന്താ പറയുക, നമ്മൾ അയാളെ സ്റ്റോക്ക് ചെയ്യരുത്, ഒരിക്കലും സ്റ്റോക്ക് ചെയ്യാൻ പാടില്ല. കാരണം അങ്ങനെ സ്റ്റോക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വിഷമം കൂടേ ഉള്ളൂ. അയാളുടെ കാര്യങ്ങൾ 24 മണിക്കൂർ അയാൾ എന്ത് ചെയ്യണമെന്ന് അന്വേഷിച്ച് നടന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള വിഷമം കൂടുകയുള്ളൂ. അവരുടെ പറ്റുമെങ്കിൽ അവരായിട്ടുള്ള ചാറ്റും അവരായിട്ട് നിന്ന് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്യുക. ആണെങ്കിൽ ഇൻസ്റ്റാഗ്രാം, വാട്സപ്പ്, ഫേസ്ബുക്ക് ഇതിൽ നിന്നൊക്കെ അവരെ ഡിലീറ്റ് ചെയ്ത് കളയുക. മേ ബി ഡിഫിക്കൽട്ടാണ് ഈ കാര്യങ്ങളൊക്കെ, പക്ഷേ എങ്കിലും ചെയ്യുക. നിങ്ങൾക്ക് പിന്നീട് ആലോചിക്കുമ്പോൾ കുറച്ച് ആശ്വാസം തോന്നും. സ്റ്റോക്ക് ചെയ്യാതിരിക്കുക. പിന്നെ അവരോട്, കാരണം ഇതൊക്കെ ഉണ്ടെങ്കിൽ എന്താ പറ്റുന്നതെന്ന് അറിയാമോ? ചിലപ്പോൾ അവർക്ക് നമ്മൾ അവസാനം അയച്ച മെസ്സേജിന് റിപ്ലൈ കിട്ടുന്നുണ്ടോ എന്ന് പറഞ്ഞ് നോക്കിയിരിക്കും. അല്ലെങ്കിൽ അവർ ഓൺലൈനിൽ, വാട്സപ്പിൽ ഓൺലൈൻ വന്നിട്ടുണ്ടോ, ഇൻസ്റ്റാഗ്രാമിൽ ഓൺലൈൻ വന്നിട്ടുണ്ടോ എന്നൊക്കെ നോക്കിയിരിക്കും. അവർ എന്തെങ്കിലും റീൽസ് അയച്ചിട്ടുണ്ടെങ്കിൽ അതും എപ്പോഴാണ് റീൽസ് വല്ല തുറന്നുണ്ടോ, സ്റ്റോറി വല്ല തുറന്നുണ്ടോ, അതൊക്കെ നോക്കിയിരിക്കും. പിന്നെ അവരുടെ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ് നോക്കിയിരിക്കും. ചിലപ്പോൾ ഫ്രണ്ട്സിനോട് പോയി അതിനിപ്പോൾ ലൈൻ ഉണ്ടോ എന്നൊക്കെ പോയി ചോദിച്ചുകൊണ്ടിരിക്കും. സോ ഇതൊക്കെ ഒരു തരം സ്റ്റോക്കിംഗ് ആണ്. ഇതൊക്കെ ചെയ്തുകൊണ്ട് നമുക്കൊരു ഗുണവും കിട്ടാൻ പോകുന്നില്ല. ഫസ്റ്റ് അത് മനസ്സിലാക്കണം. നമുക്കൊരു ഗുണവും കിട്ടാൻ പോകുന്നില്ല. നമുക്ക് എന്താണ് ഉള്ളിലുള്ള വേദന, അത് കൂടും മാത്രമേ ഉള്ളൂ. ഒരിക്കലും അയാളെ മറക്കാനോ നമുക്ക് മുന്നോട്ട് പോകാനോ പറ്റത്തില്ല. സോ ഇത് ചെയ്യാതിരിക്കുക, ബ്ലോക്ക് ചെയ്ത് കളഞ്ഞേക്കുക. പിന്നെ നമുക്ക് ഉള്ളിൽ നല്ല വിഷമം ഉണ്ടാവും. കാരണം നമ്മൾ സിൻസിയറായിട്ടല്ല സ്നേഹിച്ചത്. എനിക്കറിയാം ഉള്ളിൽ നല്ല വിഷമം ഉണ്ടാവും. കാരണം പിന്നെ രണ്ടാമത് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും നിങ്ങൾക്ക് വിഷമം ഉണ്ടാവും. വിഷമം എല്ലാവർക്കും, മനുഷ്യനൊക്കെ ഒരേപോലെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ കരയുക. നിങ്ങളുടെ ഉള്ളിലുള്ള മനസ്സിലുള്ള വിഷമം എന്താണോ അതങ്ങ് കരഞ്ഞ് കളയുക. പറ്റുമെങ്കിൽ എണ്ണിപ്പെറുക്കി കളയുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഉണ്ടല്ലോ, എൻ്റെ അമ്മ പറയുന്നത് അങ്ങനെയാണ്. കാരണം കരയാൻ നേരത്ത് നമ്മുടെ മനസ്സിലുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ എടുത്ത് പറഞ്ഞ് അങ്ങോട്ട് കരയുക. അപ്പോൾ അതിന് എൻ്റെ അമ്മ പറയുന്നതാണ് എണ്ണിപ്പെറുക്കി കരയുക എന്നുള്ളത്. സോ അങ്ങനെ കഴിയുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു ആശ്വാസം കിട്ടും. സത്യം പറയാമല്ലോ, നമ്മുടെ മനസ്സിൽ, ശരീരത്തിന് എന്തെങ്കിലും വേദന ഉണ്ടെങ്കിൽ നമുക്ക് ഗുളിക കഴിച്ചാൽ മാറും. പക്ഷെ നമ്മുടെ മനസ്സിന് എന്തെങ്കിലും വേദന ഉണ്ടെങ്കിൽ അതിന് ഗുളികയും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പോൾ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, നമുക്ക് മനസ്സിന് എന്തെങ്കിലും വേദന ഉണ്ടെങ്കിൽ അത് കളയാൻ വേണ്ടിയിട്ട് ദൈവം തന്നൊരു എന്താ പറയുക ഒരു കാര്യമാണ് ഈ കരച്ചിൽ എന്നുള്ളത്. നമുക്ക് കരഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിലെ പാതി വേദന അങ്ങോട്ട് പോകും. കാരണം ഇപ്പോൾ
ഇപ്പോൾ ആൺകുട്ടികളായാലും അവരോട് ഇപ്പോൾ സൊസൈറ്റി വീട്ടുകാരൊക്കെ പറഞ്ഞ് കരയരുതെന്നായിരിക്കും പറഞ്ഞിരിക്കുന്നത്. അതായത് ആൺപിള്ളേരായി കഴിഞ്ഞാൽ കരയാൻ പാടില്ല എന്നുള്ളൊരു മിത്ത് സൊസൈറ്റി നമ്മൾ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ചെയ്യരുത്. നിങ്ങൾ ഏറ്റവും കൂടുതൽ ഭയങ്കര ബ്രേക്ക് ഡൗൺ ആയി പോകും. സോ നിങ്ങളുടെ മനസ്സിൽ എന്ത് വിഷമമുണ്ടെങ്കിലും കരയുക. സെക്കൻഡ്, നിങ്ങളുടെ മനസ്സിൽ എന്ത് കാര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ തലക്കകത്തോ അയാളെക്കുറിച്ചോ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഉണ്ടല്ലോ, എന്ത് നിങ്ങൾ അലട്ടുന്ന പ്രശ്നം നിങ്ങളുടെ തലക്കകത്തുണ്ട്, നിങ്ങളെ പഠിപ്പിനെ ബുദ്ധിമുട്ടിക്കുന്ന പ്രശ്നം തലക്കകത്തുണ്ടെങ്കിൽ നിങ്ങളൊരു ബുക്ക് എടുക്കുക, ഒരു സീക്രട്ട് ഡയറി പോലത്തെ സാധനം എടുക്കുക, അതിൽ എഴുതി വയ്ക്കുക. എന്താണോ വാട്ടെവർ നിങ്ങൾ ശരിയും തെറ്റൊന്നും നോക്കുന്നത് വേണ്ട, എന്താണോ നിങ്ങളുടെ മനസ്സിൽ അല്ലെങ്കിൽ എന്താണോ നിങ്ങളുടെ തലക്കകത്ത് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത് അതെല്ലാം ഒരു ബുക്കിലേക്ക് എഴുതി വയ്ക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ തലക്കകത്ത് ഇരിക്കുന്ന സാധനങ്ങൾ, നമ്മുടെ തലക്കകത്തിരുന്ന് നമ്മൾ ഓവർ തിങ്ക് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ അത് പുറത്തേക്ക് എടുത്ത് എഴുതുവാണ്. സോ അങ്ങനെ അത് പുറത്തേക്ക് പോകുമ്പോൾ നമുക്ക് കുറച്ച് റിലാക്സേഷൻ കിട്ടും. സോ ഇതേപോലത്തെ എന്തെങ്കിലും സീക്രട്ട് ഡയറി കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുപോലത്തെ കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കുക. നിങ്ങളുടെ മനസ്സിലൊക്കെ എന്താണോ, മനസ്സിലും തലയിലും എന്താണോ ഓടിക്കൊണ്ടിരിക്കുന്നത് അതുപോലത്തെ കാര്യങ്ങൾ ഇങ്ങനത്തെ കുറച്ച് സീക്രട്ട് ഡയറിയിലൊക്കെ ഉണ്ടെങ്കിൽ എഴുതി വെക്കുക. ഇതുപോലെ പൂട്ടൊക്കെ ഇട്ട് വെച്ചിരിക്കാൻ പറ്റുമെങ്കിൽ നല്ലതായിരിക്കും. ആരും തുറന്നൊന്നും നോക്കൊന്നുമില്ല. പിന്നെ മൂന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റഡീസിൽ നിന്ന് ഒരു ബ്രേക്ക് എടുക്കുക. കാരണം ഇപ്പോൾ നിങ്ങൾ പഠിക്കാനിരുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ വീണ്ടും വീണ്ടും അയാളുടെ ചിന്തകൾ വരും. സോ അങ്ങനത്തെ ഒരു സാഹചര്യം വരുവാണെങ്കിൽ നിങ്ങൾ സ്റ്റഡീസിൽ നിന്നൊരു ബ്രേക്ക് എടുക്കുക. അധികം ബ്രേക്കൊന്നും എടുക്കാൻ പോകരുത്, കാരണം എക്സാം വരെയാണ് നിങ്ങളുടെ. സോ അതിന് പഠിക്കണം. പക്ഷേ നിങ്ങളൊന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി, റീഫ്രഷ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ളൊരു ബ്രേക്ക് എടുക്കുക. ഈ ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക, നല്ല ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുക. പറ്റുമെങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള വിഷമങ്ങൾ എന്താണോ ഫാമിലിയായിട്ട് ഷെയർ ചെയ്യുക, ഫാമിലിയിലെ മെമ്പേഴ്സായിട്ട് ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ കസിൻസ് ഉണ്ടെങ്കിൽ അവരോട് ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുന്ന കുറച്ച് കൂട്ടുകാർ നിങ്ങളുണ്ടെങ്കിൽ അവരുടെ കൂടെ ഷെയർ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്താണോ ഇഷ്ടം, എന്താണോ നിങ്ങളെ സന്തോഷിപ്പിക്കുന്നത് അത് ചെയ്യുക. ചിലപ്പോൾ നിങ്ങളെ സന്തോഷിപ്പിക്കുന്നത് ചിലപ്പോൾ ഗെയിം കളിക്കുമ്പോഴാകും, ഡ്രാമാസ് കാണുമ്പോഴാകും റിലാക്സേഷൻ കിട്ടുന്നത്, ചിലപ്പോൾ മൂവി കാണുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ നല്ല ഫുഡ് കഴിക്കുമ്പോഴായിരിക്കും, അല്ലെങ്കിൽ ഒന്ന് കറങ്ങാൻ പോകുമ്പോഴായിരിക്കും റിലാക്സേഷൻ കിട്ടുന്നത്. എന്താണോ നിങ്ങളെ ഹാപ്പി ആക്കുന്നത്, എന്താണോ നിങ്ങളെ മൈൻഡ് ഡൈവേർട്ട് ചെയ്ത് ഹാപ്പി ആക്കുന്നത് അത് ചെയ്യുക കുറച്ച് ദിവസത്തേക്ക്. പിന്നെ നിങ്ങൾ ഫ്രണ്ട്സായിട്ട് കറങ്ങാൻ പോവുക കുറച്ച്. എന്ന് വെച്ചാൽ വല്ല കാശ്മീർ അങ്ങനെ ദൂരത്തൊന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ചുറ്റുവട്ടത്ത് തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് കൂട്ടത്തിൽ നിങ്ങളുടെ കൂട്ടുകാരുണ്ടാകുമ്പോൾ ഒരു നല്ലൊരു ഓളമായിരിക്കും. സോ അത് ചെയ്യുക. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ അയാളെക്കുറിച്ച് അധികം ഓർക്കത്തില്ല. സോ ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിന് കുറച്ച് സമാധാനമൊക്കെ കിട്ടും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കുറച്ച് നിങ്ങൾക്ക് കുറച്ച് റിലീഫ് കിട്ടിയെന്ന് തോന്നി വരുമ്പോൾ തിരിച്ചു വരിക. പിന്നെ ഇത്രയൊക്കെ ചെയ്തിട്ടും നിങ്ങൾക്ക് ഒട്ടും പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളൊരു കൗൺസിലിംഗ് തേടുക. അതായത് നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരാളുടെ കൗൺസിലിംഗ് തേടുക. നിങ്ങൾ അത് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഒരു നാണക്കേട് വിചാരിക്കേണ്ട. കാരണം ഇതിപ്പോൾ ഇന്നത്തെ കാലത്ത് എല്ലാവരും ചെയ്യുന്നത് അത്. സോ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒട്ടും പറ്റുന്നില്ല, ഇത്രയൊക്കെ ചെയ്തിട്ടും നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ വിഷമമുണ്ട്, നിങ്ങൾ ഒന്നിനെക്കൊണ്ട് പറ്റുന്നില്ലെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ കൗൺസിലിംഗ് തേടണം കേട്ടോ. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് കുറച്ച് റിലീഫ് കിട്ടും. സോ ആ റിലീഫ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ തിരിച്ച് വന്ന് നിങ്ങൾ പഠിക്കുക, നല്ല ആവേശത്തോടു കൂടി തന്നെ പഠിക്കുക. അതിപ്പോൾ എനിക്കും ഒരു ബ്രേക്കപ്പ് കിട്ടിയപ്പോൾ ഞാൻ ചെയ്തത് ഇങ്ങനത്തെ കാര്യങ്ങളായിരുന്നു. എൻ്റെ ഒരു ലോവസ്റ്റ് പോയിന്റിലായിരുന്നു എൻ്റെ ബ്രേക്കപ്പ് നടന്നത്. സോ ഭയങ്കര കഷ്ടപ്പാടായിരുന്നു ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായിരുന്നു ഏറ്റവും കഷ്ടപ്പാടായിട്ടുള്ള സ്റ്റേജ്. ബ്ലോക്ക് ചെയ്തിട്ട് തിരിച്ച് അൺബ്ലോക്ക് ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. പക്ഷേ എനിക്ക് മുന്നോട്ടൊട്ടും മുന്നോട്ട് പോകണം എന്നുള്ളൊരു ഇത് ഭയങ്കരമായിട്ടുള്ളത് കൊണ്ടും ഞാനത് ചെയ്തു. സോ ഇപ്പം എനിക്ക് നല്ല റിലീഫുണ്ട് കേട്ടോ. പിന്നെ ഇതുപോലത്തെ ഒരു ബുക്ക് എടുക്കുക. ഇപ്പോൾ ബ്രേക്കപ്പ് മാത്രമല്ല, ഇപ്പം നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും നിങ്ങൾ അലട്ടുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾ ഓവർ തിങ്ക് ചെയ്ത് എന്ത് കാര്യങ്ങൾ ചിന്തിച്ചു കൂട്ടിയാലും ഉണ്ടല്ലോ, നിങ്ങളുടെ തലക്കകത്ത് അതൊന്നും വെക്കാതെ നിങ്ങളുടെ തലക്കുള്ളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലോ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നിങ്ങൾ അലട്ടുന്ന പ്രശ്നങ്ങൾ അതൊന്നും വെക്കാതിരിക്കുക. എവിടെയെങ്കിലും ഒരു ബുക്കിൻ്റെ ഉള്ളിലോ എന്തെങ്കിലും നിങ്ങൾ എഴുതി വെക്കുക. ഇതുപോലത്തെ ഇങ്ങനെ ലോക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഇതിൻ്റെ ഉള്ളിൽ എഴുതി വെക്കുക, നിങ്ങൾക്ക് നല്ല റിലീഫ് കിട്ടും കേട്ടോ. കുറച്ച് ഞാനതാ ചെയ്യുന്നത്. എസ്പെഷ്യലി എൻ്റെ ഡ്രോബാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് ഓവർ തിങ്ക് ചെയ്യുന്ന ഒരു പേഴ്സണാണ്. സോ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ കുറേ ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്ത് നമ്മൾ ചിന്തിച്ച് കൂട്ടും. സോ അത് ഒരു പ്രശ്നം തന്നെയാണ്. സോ അതിന് കണ്ടുപിടിച്ച മരുന്നാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ. എന്താണോ മനസ്സിൽ വയ്ക്കുന്നത് അതൊക്കെ ഈ ബുക്കിൻ്റെ ഉള്ളിൽ എഴുതി വെക്കും. പിന്നെ ഏറ്റവും ലാസ്റ്റ് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നൊരു കാര്യമാണ് കേട്ടോ, എന്തുണ്ടായാലും നമുക്ക് ദൈവത്തിൻ്റെ കൈ കൊടുക്കുക എന്ന് പറയുന്നത്. ആക്ച്വലി അതൊരു
നമ്മൾക്ക് ഒരു റിലീഫ് തന്നെയാണ്. കാരണം ഈ ഒരു പേഴ്സണെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നത് ദൈവമാണ്. ചിലപ്പോൾ ദൈവം ഇങ്ങനെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കുക, അപ്പോൾ ആ ഒരു പേഴ്സണെ നമ്മുടെ ലൈഫിലേക്ക് കൊണ്ടുവന്നത് ദൈവമാണ്. സോ ആ ഒരു പേഴ്സൺ നമുക്ക് ഒട്ടും സ്യൂട്ട് ആവില്ല എന്ന് തോന്നിയുകൊണ്ടാണ് ദൈവം അയാളെ തിരിച്ച് നമ്മുടെ ലൈഫിൽ നിന്നും മാറ്റിക്കളഞ്ഞത്. എന്തോ പ്രശ്നം ഉണ്ടാക്കിയാലും, എന്ത് പ്രശ്നം ഉണ്ടാക്കിയത് അത് ദൈവമാണ് ഉണ്ടാക്കിയത്. കാരണം ഈ ഒരു സമയത്ത് നമ്മൾ ആ ഒരു പേഴ്സണെയോ നമ്മളെയോ ഒരിക്കലും കുറ്റപ്പെടുത്താൻ പാടില്ല. കാരണം കുറ്റപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വിഷമം കൂടെയുള്ളൂ. സോ നമുക്ക് ദൈവത്തിൻ്റെ കയ്യിലെല്ലാം കൊടുക്കാം. ദൈവമാണ് ഇങ്ങനത്തെ ചെയ്തത്. കാരണം ആ ഒരു പേഴ്സൺ നമ്മുടെ ലൈഫിൽ സൂട്ട് ആവില്ല എന്ന് തോന്നിയുകൊണ്ട് ദൈവമാണ് മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കിയിട്ട് മാറ്റിച്ചത്. കാരണം എന്താ, ദൈവം ഇതിനേക്കാളും അടിപൊളിയായിട്ടുള്ള ഒരാളെ, നമുക്ക് ചേർന്ന ഒരാളെ നമ്മുടെ ലൈഫിലേക്ക് ഇനിയും കൊണ്ടുവരും. സോ അതിന് വേണ്ടിയിട്ടാണ് ദൈവം ഇങ്ങനെ ചെയ്തത്. ദൈവം എന്തായാലും ഗോഡ് എന്തായാലും നമുക്ക് ബെസ്റ്റ് തരുള്ളൂ എന്ന് നമ്മളെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കുക. ഇതിനേക്കാളും ബെസ്റ്റായിട്ടുള്ളത് നമുക്ക് ദൈവം കൊണ്ടുതരും എന്ന് നമ്മുടെ മനസ്സിനെ ഇങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കുക. പിന്നെ എന്തായാലും ഞാനൊരു കാര്യം പറയാം, അയാളുടെ തോട്ട്സ് എന്തായാലും നിങ്ങൾ അയാളായിട്ട് സ്പെൻഡ് ചെയ്ത മൊമെൻറ്റ്സ് എന്തായാലും നിങ്ങളുടെ മനസ്സിലേക്ക് വരും. അതിൽ നിന്ന് ഓടി ഒളിക്കാതിരിക്കുക, അതിനെ ഫേസ് ചെയ്യുക. ഓക്കെ സ്പെൻഡ് ചെയ്തു പോയി, ഇപ്പം എന്താ അതൊക്കെ പോയി, ഇപ്പോൾ ആ ചാപ്റ്റർ കഴിഞ്ഞു, അത്രേ ഉള്ളൂ എന്നുള്ളൊരു മൈൻഡിൽ നിങ്ങൾ എടുക്കുക. നിങ്ങൾക്ക് കുറച്ചും കൂടി ആശ്വാസം കിട്ടും, നല്ലപോലെ ആശ്വാസം കിട്ടും. വന്നിട്ട് തിരിച്ച് വന്നിരുന്ന് നന്നായിട്ട് പഠിക്കുക. സോ നമ്മുടെ വിജയം കൊണ്ടിട്ട് അയാൾക്ക് എന്താ പറയുക, റിവെഞ്ച് ചെയ്യുക. അതായത് നമ്മളിങ്ങനെ മനസ്സിൽ വിചാരിക്കുക, സോ എൻ്റെ വില എന്താണെന്ന് അയാൾക്ക് ഞാൻ കാണിച്ചു കൊടുക്കും. സോ അയാൾ എത്ര നഷ്ടപ്പെടുത്തി കളഞ്ഞത്, എത്രയും വലിയ ഒരു എന്താ പറയുക, ഏറ്റവും വലിയൊരു ജം തന്നെയാണ് അയാൾ നഷ്ടപ്പെടുത്തിയെന്ന് അയാൾക്ക് ഞാൻ മനസ്സിലാക്കി കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് ആ ഒരു ബ്രേക്കപ്പ്, ആ ഒരു കാര്യങ്ങൾ നിങ്ങളുടെ മോട്ടിവേഷൻ ആക്കി എടുത്തിട്ട് നിങ്ങൾ പഠിക്കാൻ തുടങ്ങുക കേട്ടോ. സോ ഇത്രയാണ് എനിക്ക് പറയാനുള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ, ടേക്ക് കെയർ.